നമസ്കാരം. ഇന്ന് അത്തമൊക്കെ ആയിട്ട് രാവിലെ പൂക്കളമൊക്കെ ഇട്ട് ഞാനും മോളും കൂടെ ഇങ്ങനെ പുറത്ത് നട്ടിട്ടുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് നോക്കി അങ്ങനെ തിരിച്ചു വരുന്ന വഴിയിൽ ഏതാണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കാർ പോർഷൻ്റെ ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ സൈഡിൽ ചെറിയൊരു അതിഥി നമ്മുടെ വാവാ സുരേഷ് ഏട്ടൻ്റെ വാക്കുകൾ കടമെടുക്കുകയാണ്. ബിഗ് ഫോർ പാമ്പുകളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും സാമാന്യം ഗുരുതരമായിട്ടുള്ള വിഷം ഏൽപ്പിക്കാൻ കഴിവുള്ള ഒരു പാമ്പ്, അതായത് കുഴിമണ്ഡലി അല്ലെങ്കിൽ ഹം നോസ്ഡ് പിറ്റ് വൈപ്പർ എന്നറിയപ്പെടുന്ന പാമ്പ് നമ്മുടെ കണ്ണൂർ ജില്ലകളിലൊക്കെ ധാരാളമായിട്ട് കാണുന്ന ഒരു പാമ്പാണ് ഹം നോസ്ഡ് പിറ്റ് വൈപ്പർ. അപ്പോൾ അതിനെ നമ്മൾ ഒന്ന് റെസ്ക്യൂ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് അത്യാവശ്യം നല്ല വിഷമുള്ള ഒരു പാമ്പ് തന്നെയാണ്. അണലി വർഗ്ഗത്തിൽപ്പെട്ട ഒരു പാമ്പാണ്. അപ്പോൾ ഈ പാമ്പ് നമ്മുടെ സാധാരണ പാറമണ്ഡലി എന്നൊക്കെയാണ് ഇതിനെ വിളിക്കാറുള്ളത്. അധികം വലിപ്പമൊന്നും ഇല്ലെങ്കിലും ഇതിൻ്റെ കടി മരണത്തിന് വരെ കാരണമായേക്കാവുന്ന അല്ലെങ്കിൽ കുറച്ച് ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാവുന്ന രീതിയിൽ വിഷം ഏൽപ്പിക്കാൻ വേണ്ടി കഴിയുന്നൊരു പാമ്പാണ്. കേരളത്തിൽ പ്രധാനമായിട്ടും 9 ഇനം കുഴിമണ്ഡലികൾ കാണപ്പെടുന്നുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട 2 ഇനങ്ങളിൽ ഒന്നാണ് ഈ ഹം നോസ്ഡ് പിറ്റ് വൈപ്പർ, മറ്റൊന്ന് മലബാർ പിറ്റ് വൈപ്പറാണ്. ഈ ഹം നോസ്ഡ് പിറ്റ് വൈപ്പറിനെ ബിഗ് ഫോർ പാമ്പുകളുടെ ഗണത്തിൽ പെടുത്തിയിട്ടില്ലെങ്കിലും അവയിലെ 5ാമനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീഷീസാണ് ഈ ഹം നോസ്ഡ് പിറ്റ് വൈപ്പർ, മുഴമൂക്കൻ കുഴിമണ്ഡലി. കാരണം ഇവയുടെ ബൈറ്റ് മൂലം നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യ, അതുപോലെ തന്നെ ശ്രീലങ്ക പോലുള്ള സ്ഥലങ്ങൾ. ശ്രീലങ്കയിൽ ഈ ഹം നോസ്ഡ് പിറ്റ് വൈപ്പറിൻ്റെ ബൈറ്റ് കൊണ്ട് നിരവധി ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്. അണലി വർഗ്ഗത്തിൽപ്പെട്ട എല്ലാ പാമ്പുകളെ പോലെ തന്നെ ഇവയുടെ വിഷവും ഹീമോടോക്സിക് ആണ്. കൂടാതെ ഇവ സൈറ്റോടോക്സിക് ആക്ടിവിറ്റി കൂടി ഉണ്ടെന്ന് ഈ അടുത്തിടെയുള്ള ഒരു പഠനങ്ങൾ ശ്രീലങ്കയിലുള്ള വെച്ച് നടന്ന പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കാരണം ഇത് സെല്ലുകളെ, കോശങ്ങളെ നശിപ്പിക്കാനുള്ള കഴിവ് ഇവയുടെ വിഷത്തിനുണ്ട് എന്നാണ് പറയുന്നത്. ഇവയെ ഏറ്റവും ഭീകരനാക്കുന്നത് ഇന്ത്യയിൽ ബിഗ് ഫോർ പാമ്പുകളുടെ ഗണത്തിൽപ്പെടുന്ന പാമ്പുകളുടെ കടിയേറ്റ് കഴിഞ്ഞാൽ അവയ്ക്കുള്ള ആൻറ്റിവെനം നിലവിലുണ്ട്. പക്ഷേ ഈ ഒരു ഹം നോസ്ഡ് പിറ്റ് വൈപ്പറിൻ്റെ വെനത്തിന് എഗനിസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിവെനം ഇല്ല എന്നുള്ളതാണ് ഇവനെ തീർത്തും ഭീകരനാക്കുന്നത്. കാരണം ഇവയുടെ കടിയേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആൻറ്റിവെനം ഇഞ്ചെക്ട് ചെയ്യാനില്ല. പിന്നെ അവയുടെ അന്നേരമുള്ള ലക്ഷണങ്ങൾ നോക്കിയാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ആൻറ്റിവെനം നിലവിലില്ല എന്ന് കരുതി ആരും ഇവയുടെ കടിയേറ്റ് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാതെ നമ്മൾ നാട്ടു ചികിത്സ നടത്തരുത്. കാരണം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലൈസിലാകുക ചിലപ്പോൾ അത് നമ്മുടെ മരണത്തിലേക്ക് വരെ ലീഡ് ചെയ്യാൻ സാധ്യതയുള്ളൊരു കേസാണ്. ഇതിൻ്റെ പരമാവധി വലിപ്പം ഏതാണ്ട് 30 മുതൽ 40 സെൻറ്റിമീറ്റർ വരെയാണ്. വളരെ ചെറിയൊരു പാമ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ പെടില്ല. നമ്മൾ കരികിലേൻ്റെ ഒക്കെ കളറായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ കയറി ചവിട്ടുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു പാമ്പ് തന്നെയാണ്. പാമ്പുകൾ ഇത്തരത്തിൽ വീടുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ പാമ്പുകളെ നമ്മൾ പണ്ട് കാലങ്ങളിലുള്ള ആളുകൾ പാമ്പുകൾ വന്നു കഴിഞ്ഞാൽ തല്ലിക്കൊല്ലുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് പകരം നമ്മൾ പാമ്പുകളെ നമുക്ക് വയ്യെങ്കിൽ പാമ്പ് അത് അവിടെ തന്നെ നിൽക്കുന്നുണ്ടെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു പാത്രം ഇട്ട് ഒരു ബക്കറ്റ് കൊണ്ട് മൂടി വെക്കുക, അല്ലെങ്കിൽ അതിനെ കണ്ടു കഴിഞ്ഞാൽ റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ അവർ വന്ന് അതിനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. അല്ലാതെ നമ്മളതിനെ തല്ലിക്കൊല്ലാൻ പാടില്ല. കാരണം പാമ്പുകൾക്കും ഒരുപാട് റോളുകളുണ്ട് നമ്മുടെ പരിസ്ഥിതിയിലുള്ള ഓരോ ചെറിയ ഉറുമ്പിനും അല്ലെങ്കിൽ ഒരു അമീബയ്ക്കും അല്ലെങ്കിൽ ഒരു ബാക്ടീരിയക്കും ഓരോ ജീവികൾക്കും ജീവജാലങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള റോളുകളുണ്ട് നമ്മുടെ ഈ പരിസ്ഥിതിയിൽ. അപ്പോൾ പരിസ്ഥിതിയുടെ സന്തുലിതമായിട്ടുള്ള മുന്നോട്ട് പോക്കിന് ഇത്തരം ജീവികൾ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാമ്പുകൾ നമ്മുടെ മിത്രങ്ങളാണ്. പക്ഷേ അവർ ഏതൊരു ജീവിയാണെങ്കിലും അതിൻ്റെ സ്വയരക്ഷാർത്ഥം ഇത്തരത്തിൽ ബൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി സൂക്ഷിക്കുക. നമ്മൾ അത്യാവശ്യം നീറ്റായിട്ട് തന്നെയാണ്. പക്ഷേ നമ്മൾ ഒരുപാട് ചെടിച്ചട്ടികളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ ഉള്ളതുകൊണ്ട് ഇതിന് ഒരു നല്ല ഹൈഡിങ് പ്ലേസൊക്കെ ആയി നിൽക്കാൻ പറ്റുന്നൊരു സ്ഥലമായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്ന് ഇവിടെ വന്നിട്ട് ഇതുവരെ നമ്മളങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് പിന്നെ ഇവിടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ പഴശ്ശി ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കനാലുണ്ട്. അപ്പോൾ കനാലിൽ ഇഷ്ടംപോലെ മൂർഖൻ അങ്ങനെയുള്ള പാമ്പുകളൊക്കെ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ ഏതാണ്ട് ഒരു 2000-ലധികം റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സ് ഉണ്ട് വിവിധ ജില്ലകളിലായിട്ട്. അപ്പം അതിൽ ആരെങ്കിലും ഒരാളെ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്നിട്ട് റെസ്ക്യൂ ചെയ്യും. അപ്പം ഇന്ന് അത്തരത്തിലുള്ളൊരു പാമ്പിനെയാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി. എൻ്റെ കയ്യിൽ അങ്ങനത്തെ ടൂളും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് അതിനൊരു ഡബ്ബയിലേക്ക് ആക്കിയിട്ട് ഇതിൻ്റെ റെസ്ക്യൂ ആൾക്കാരെ വിളിക്കുകയാണ്. കാരണം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളിവിടെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ ഭദ്രമായി സൂക്ഷിച്ച് വെച്ചാൽ അവർ എടുത്ത് കൊണ്ടുപോയിക്കോളും.
റെസ്ക്യൂ ശ്രമമാണ്. വളരെ ചെറിയൊരു പാമ്പാണിത്. ഏതാണ്ട് പൂർണ്ണ വളർച്ചയെത്തിയ പാമ്പിൻ്റെ വലിപ്പം ഏതാണ്ട് 30 മുതൽ 40 സെൻറ്റിമീറ്റർ വരെയാണ്. പക്ഷേ നമ്മൾ ചെറിയ പാമ്പാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കൈകൊണ്ട് പിടിക്കാനോ അങ്ങനെയുള്ളൊരു കാര്യത്തിന് ചേരും. ഞാൻ തന്നെ ഇത് വളരെ ദൂരെ നിന്നിട്ടാണ് അതിനെ എടുക്കുന്നത്. നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ നമ്മൾ മറ്റുള്ളവർക്കൊരു സന്ദേശം കൊടുക്കേണ്ട, അടുത്ത് പോയി പിടിച്ച് ആളുകൾക്ക് പാമ്പിനും ബുദ്ധിമുട്ടാകണ്ട, ആർക്കും ബുദ്ധിമുട്ടാകണ്ട. അതുകൊണ്ട് ഞാൻ നീളമുള്ളൊരു വടി വെച്ച് അതിൽ ചെറിയൊരു കമ്പ് കെട്ടിയിട്ടാണ് ഞാൻ ഇതിനെ എടുത്ത് ഇതിലേക്ക് ഇട്ടത്. അല്ലാതെ ഒരു കാരണവശാലും നമ്മൾ കൈകൊണ്ട് പിടിക്കാനൊന്നും പോകരുത്. കാരണം ഇത് വിഷമുള്ളൊരു പാമ്പാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും വിഷമുള്ള പാമ്പിനെയും വിഷമില്ലാത്ത പാമ്പിനെയും തിരിച്ചറിയാതെ, ഇപ്പം വിഷമുള്ള അണലി പോലുള്ള പാമ്പുകളെ കണ്ട് തെറ്റിദ്ധരിച്ച് നമ്മൾ കൈകൊണ്ട് പിടിക്കാനൊക്കെ ഒരിക്കലും ശ്രമിക്കരുത്. അതുകൊണ്ട് പാമ്പിനെ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും ഒരിക്കലും കൈകൊണ്ട് പിടിക്കാതെ ഇരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. അതിനുശേഷം ഇതുപോലെ ഈ പ്ലാസ്റ്റിക് ഡബ്ബയ്ക്ക് ഒരുപാട് ഹോൾസ് ഇട്ടിട്ടുണ്ട്, കാരണം അതിന് ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ മുകളിൽ ഡബ്ബേൻ്റെ മൂടിയിട്ട് അടച്ച് ഭദ്രമായി എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ഇതിനെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പാമ്പ് തന്നെയാണ്. ചെറിയ പാമ്പാണെന്ന് വിചാരിച്ച്, കുട്ടിയാണെന്ന് വിചാരിച്ച് നമ്മൾ ചേനത്തണ്ടൻ കുട്ടിയാണെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. കാരണം ഇത് വേറൊരു സ്പീഷ്യസാണ്. പൊതുവേ ഈ പാമ്പുകൾ, അണലി വർഗ്ഗത്തിൽപ്പെട്ട പാമ്പുകൾ വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞാലും, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കണ്ടു, അത് ഇരയൊക്കെ അടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കാല് ചവിട്ടുകയോ അങ്ങനെ എന്തെങ്കിലും അതിനൊരു ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അത് ഇരയാണെന്ന് കരുതി എടുത്ത് ഇതേപോലെ ജമ്പ് ചെയ്ത് കടിക്കുന്നതായിട്ട് കാണാം. വായ് മുഴുവൻ തുറന്ന് ഇതേപോലെ കടിക്കുന്നത് കാണാം നമുക്ക്. അപ്പോൾ ഈ ചീറ്റി മുന്നോട്ട് വരുന്നത് കാണാം. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ബൈറ്റ്, ആ ഒരു ബൈറ്റിൽ പൂർണ്ണ ശക്തിയോടുകൂടിയുള്ള ബൈറ്റാണ്. അത് ഒരുപാട് എമൗണ്ട് വെനം നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യും. ഹീമോടോക്സിക്കും അതുപോലെ സൈറ്റോടോക്സിക്കുമായിട്ടുള്ള വിഷമാണ് ഇതിൻ്റെ വിഷം. അതേപോലെ തന്നെ ഇത് ഓവോവിവിപാരസ് ആണ്. അതായത് മുട്ട ഇടുകയുമല്ല, അതുപോലെ തന്നെ പ്രസവിക്കുകയല്ല. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഓവോവിവിപാരസ് എന്ന് പറയുന്നൊരു കണ്ടീഷനാണ്. സാധാരണ മുട്ട ഇട്ട് കഴിഞ്ഞാൽ മറ്റ് മൂർക്കൻ പോലുള്ള പാമ്പുകളൊക്കെ മുട്ടയിട്ട് അടയിരുന്നിട്ടാണ് കുട്ടികളുണ്ടാകുന്നത്. പക്ഷെ അതിന് പകരം ഇതിൻ്റെ മുട്ട ഇതിൻ്റെ ശരീരത്തിൻ്റെ അകത്ത് തന്നെ സൂക്ഷിച്ചു വെച്ച് അതിനുശേഷം ഒരു പ്രസവിക്കുന്ന രീതിയിലാണ്. യഥാർത്ഥത്തിൽ അത് പ്രസവിക്കുന്നതല്ല. ഈ ഒരു കണ്ടീഷനെ പറയുന്നത് ഓവോവിവിപാരി എന്നാണ്. അതുപോലെ പാമ്പുകളുടെ ലോകത്തെ നമ്മൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയ നിരവധി സ്നേക്ക് റെസ്ക്യൂവേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നാച്ചുറലിസ്റ്റുകളുണ്ട്, കൂടാതെ നിരവധി ഗവേഷകരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ആളുകൾക്ക് പാമ്പിനോടുള്ള ഭയം ഒരു പരിധി വരെയെങ്കിലും അകന്നത്. പക്ഷേ നമ്മൾ ഭയം വേണ്ടെങ്കിലും നമുക്ക് കുറച്ച് ചില സ്പീഷീസുകളോട് നമുക്കൊരു ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പ്രോപ്പറായിട്ടുള്ള ചികിത്സ തേടുക. അതേപോലെ തന്നെ പാമ്പ് കടി ഏൽക്കാതിരിക്കാൻ പരമാവധി ഇപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ നല്ല ടോർച്ച് ലൈറ്റുകൾ ഉപയോഗിക്കുക. അതേപോലെ തന്നെ പകൽ സമയങ്ങളിൽ ഇപ്പം പറമ്പുകളിലൊക്കെ പണിയെടുക്കുന്ന ആളുകൾ ഈ വൈപ്പർ എഴുതപ്പെട്ട പാമ്പുകളുടെ മേലിൽ നമ്മൾ കയറി ചവിട്ടി കഴിഞ്ഞാൽ ആണ് ഇത് കടിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമ്മൾ പറമ്പുകളിലൊക്കെ പണിയെടുക്കുമ്പോൾ നമുക്ക് സേഫ്റ്റി ബൂട്ടുകളൊക്കെ യൂസ് ചെയ്യാം. കൂടാതെ ഇപ്പോൾ നമ്മൾ കാടുകളിലേക്കൊക്കെ സഞ്ചരിക്കുന്ന ആളുകളാണെങ്കിൽ മരത്തിൻ്റെ കൊമ്പിലൊക്കെ ഇതേപോലെയുള്ള പാമ്പുകളുണ്ട്. അപ്പോൾ അവരെ നമ്മൾ കയറി പിടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു സമയത്ത് അവർ ഭയന്നിട്ട് നമ്മളെ കടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പാമ്പ് കടി നമുക്ക് ജാഗ്രതയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.